വരാനിരിക്കുന്ന ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു ഒപ്പീനിയൻ പോൾ സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ മുതിർന്ന നേതാവുമായ ചമ്പൈ സോറൻ പാർട്ടി വിട്ട് BJPയിൽ ചേർന്നതിന് ശേഷം നടന്ന ആദ്യ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യം പറയുന്ന ജില്ല റാഞ്ചിയാണ്. റാഞ്ചിയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റ് BJP സഖ്യവും 2 സീറ്റ് ജാർഖണ്ഡ് മുക്തി മോർച്ച അടങ്ങുന്ന ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റുള്ളവരും നേടും. അടുത്തത് ലോഹർദാഗയാണ്. ലോഹർദാഗയിൽ 1 സീറ്റാണുള്ളത്. ആ 1 സീറ്റ് ഇന്ത്യ സഖ്യമാണ് നേടുക. അടുത്തത് ഗുംലയാണ്. ഗുംലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റിൽ 1 സീറ്റ് NDA BJP സഖ്യവും 2 സീറ്റ് ജാർഖണ്ഡ് മുക്തി മോർച്ച അടങ്ങുന്ന ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് സിംഡഗയാണ്. സിംഡഗയിൽ 2 സീറ്റാണുള്ളത്. 2ൽ 2ഉം ഇന്ത്യ സഖ്യമാണ് നേടുക. അടുത്ത ജില്ല പലമു ജില്ലയാണ്. പലമുയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റ് 2 സീറ്റ് BJP സഖ്യവും 2 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റും മറ്റുള്ളവരും നേടും. അടുത്തത് ലത്തേഹാറാണ്. ലത്തേഹാറിൽ 2 സീറ്റാണുള്ളത്. 2ൽ 2ഉം ഇന്ത്യ സഖ്യമാണ് നേടുക. അടുത്തത് ഗർവയാണ്. ഗർവയിൽ 2 സീറ്റാണുള്ളത്. 2 സീറ്റിൽ 2ഉം ഇന്ത്യ സഖ്യമാണ് നേടുക. അടുത്തത് വെസ്റ്റ് സിംഗ്ദുംഗാണ്. വെസ്റ്റ് സിംഗ്ദുംഗിൽ 5 സീറ്റാണുള്ളത്. 5 സീറ്റിൽ 1 സീറ്റ് BJP സഖ്യവും 4 സീറ്റ് ഇന്ത്യ സഖ്യവുമാണ് നേടുക. അടുത്തത് സറൈക്കലയാണ്. സറൈക്കലയിൽ 3 സീറ്റാണുള്ളത്. 3 സീറ്റിൽ 2 സീറ്റ് NDA സഖ്യവും 1 സീറ്റ് ഇന്ത്യ സഖ്യവുമാണ് നേടുക. മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ്റെ മണ്ഡലം ഉൾക്കൊള്ളുന്ന ജില്ലയാണ്. അടുത്തത് ഈസ്റ്റ് സിംഗ്ദുംഗാണ്. ഈസ്റ്റ് സിംഗ്ദുംഗിൽ 6 സീറ്റാണുള്ളത്. 6 സീറ്റിൽ 2 സീറ്റ് NDA സഖ്യവും 4 സീറ്റ് ഇന്ത്യ സഖ്യവുമാണ് നേടുക. അടുത്തത് ദുംഗയാണ്. ദുംഗയിൽ 4 സീറ്റാണുള്ളത്. 4ൽ 1 സീറ്റ് NDA സഖ്യവും 3 സീറ്റ് ഇന്ത്യ സഖ്യവുമാണ് നേടുക. അടുത്തത് ജംതാരയാണ്. ജംതാരയിൽ 2 സീറ്റാണുള്ളത്. 2ൽ 2ഉം ഇന്ത്യ സഖ്യമാണ് നേടുക. അടുത്തത് ഗോഡയാണ്. ഗോഡയിൽ 3 സീറ്റാണുള്ളത്. 3ൽ 2 സീറ്റ് NDA സഖ്യവും 1 സീറ്റ് ഇന്ത്യ സഖ്യവുമാണ് നേടുക. അടുത്തത് ഹസാരിബാഗാണ്. ഹസാരിബാഗിൽ 4 സീറ്റാണുള്ളത്. 4ൽ 3 സീറ്റ് നേടുക NDA സഖ്യമാണ്. 1 സീറ്റ് മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് നേടാനാവുക. അടുത്തത് ഛത്രയാണ്. ഛത്രയിൽ 2 സീറ്റാണുള്ളത്. 2ൽ 2ഉം നേടുക NDA സഖ്യമാണ്. ഇന്ത്യ സഖ്യത്തിന് സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല. അടുത്തത് കോഡർമയാണ്. കോഡർമയിൽ 1 സീറ്റാണുള്ളത്. 1 സീറ്റ് നേടുക NDA സഖ്യമാണ്. അവിടെയും ഇന്ത്യ സഖ്യത്തിന് സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല. അടുത്തത് ഗിരിദിയാണ്. ഗിരിദിയിൽ 6 സീറ്റാണുള്ളത്. 6 സീറ്റിൽ 4 സീറ്റ് NDA സഖ്യവും 2 സീറ്റ് ഇന്ത്യ സഖ്യവുമാണ് നേടുക. അടുത്തത് ധൻബാദാണ്. ധൻബാദിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റ് നേടുക NDA സഖ്യമാണ്. 2 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് ബൊക്കാറോയാണ്. ബൊക്കാറോയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് NDA സഖ്യവും 2 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റുള്ളവരുമാണ് നേടുക. അടുത്തത് ദിയോഗറാണ്. ദിയോഗറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റിൽ 1 സീറ്റ് NDA സഖ്യവും 2 സീറ്റ് ഇന്ത്യ സഖ്യവുമാണ് നേടുക. അടുത്തത് കുറ്റിയാണ്. കുറ്റിയിൽ 2 സീറ്റാണുള്ളത്. 2 സീറ്റിൽ 2ഉം നേടുക ഇന്ത്യ സഖ്യമാണ്. അടുത്തത് രാംഗണ്ടാണ്. രാംഗണ്ടിൽ 2 സീറ്റാണുള്ളത്. 2 സീറ്റിൽ 1 സീറ്റ് NDA സഖ്യവും 1 സീറ്റ് ഇന്ത്യ സഖ്യവുമാണ് നേടുക. അടുത്തത് പാക്കൂറാണ്. പാക്കൂറിൽ 3 സീറ്റാണുള്ളത്. 3 സീറ്റിൽ 1 സീറ്റ് NDA സഖ്യവും 2 സീറ്റ് ഇന്ത്യ സഖ്യവുമാണ് നേടുക. അടുത്തത് സാഹേബ്ഗഞ്ചാണ്. സാഹേബ്ഗഞ്ചിൽ 3 സീറ്റാണുള്ളത്. 3 സീറ്റിൽ 1 സീറ്റ് NDA സഖ്യവും 2 സീറ്റ് ഇന്ത്യ സഖ്യവുമാണ് നേടുക. ആകെയുള്ള 81 സീറ്റിൽ 34 സീറ്റ് NDA സഖ്യവും 44 സീറ്റ് ഇന്ത്യ സഖ്യവും 3 സീറ്റ് മറ്റുള്ളവരുമാണ് നേടുക. 81 അംഗ നിയമസഭയിൽ 41 പേരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്.